അന്തരീക്ഷത്തിലെ സുരക്ഷാ ചർച്ചകളിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നത് റഷ്യ വികസിപ്പിച്ച പോസിഡോൺ പോലുള്ള ആയുധങ്ങളാണ്. പലപ്പോഴും പാശ്ചാത്യ മാധ്യമങ്ങളിൽ അന്ത്യദിന ആയുധമെന്ന ഭീതിജനക മുദ്രയോടെയാണ് ഇത് അവതരിപ്പിക്കപ്പെടുന്നത്. എന്നാൽ ഈ ആയുധത്തിന്റെ ഉത്ഭവവും ലക്ഷ്യവും വിശദമായി പരിശോധിക്കുമ്പോൾ അത് അനിയന്ത്രിതമായ ആക്രമണ മനോഭാവത്തിന്റെ ഫലമല്ല, മറിച്ച് ശീതയുദ്ധാനന്തര കാലഘട്ടത്തിൽ തന്ത്രപരമായ സന്തുലിതാവസ്ഥ നിലനിർത്താൻ റഷ്യ സ്വീകരിച്ച പ്രതിരോധ ചിന്താഗതിയുടെ ഭാഗമാണെന്നത് വ്യക്തമാണ്. ആധുനിക യുദ്ധസങ്കല്പങ്ങളിൽ ഒരുപക്ഷേ യുദ്ധം ഒഴിവാക്കുന്നതിനുള്ള ശക്തമായ തടയണകളാണ് ഏറ്റവും ഫലപ്രദമെന്ന റഷ്യൻ കാഴ്ചപ്പാടിന്റെ പ്രതിഫലനമാണ് പോസിഡോൺ. സ്റ്റാറ്റസ് 6 എന്നും അറിയപ്പെടുന്ന ഈ സംവിധാനം പരമ്പരാഗത ടോർപിഡോകളെയോ അന്തർവാഹിനികളെയോ പോലെ നേരിട്ടുള്ള നാവിക പോരാട്ടത്തിനായി രൂപകൽപ്പന ചെയ്തതല്ല, മറിച്ച് ശത്രുവിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായി തകർക്കുകയോ മറികടക്കുകയോ ചെയ്യുന്ന തരത്തിൽ രണ്ടാമത്തെ ആക്രമണ ശേഷി ഉറപ്പാക്കാനുള്ള ഒരു തന്ത്രപരമായ ഉപകരണമാണ് ഇത്. ഒരു സ്വയംഭരണ ആണവോർജ്ജ സംവിധാനമായതിനാൽ പോസിഡോണിന് സിദ്ധാന്തപരമായി പരിധിയില്ലാത്ത ദൂരപരിധിയുണ്ടെന്നും 1000 മീറ്റർ വരെ ആഴത്തിൽ ദീർഘനേരം പ്രവർത്തിക്കാനാകുമെന്നും റഷ്യൻ ഉറവിടങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ഇത് നിലവിലുള്ള മിക്ക അന്തർവാഹിനി വിരുദ്ധ കണ്ടെത്തൽ സംവിധാനങ്ങളുടെയും പ്രാപ്തിക്ക് അപ്പുറമുള്ള ഒരു സാങ്കേതിക നേട്ടമാണ്. 2018 റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആദ്യമായി പോസിഡോണിന്റെ അസ്തിത്വം പരസ്യമായി വെളിപ്പെടുത്തിയപ്പോൾ അതൊരു ഭീഷണി പ്രഖ്യാപനം എന്നതിലുപരി മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഏകപക്ഷീയമായി വികസിപ്പിക്കുന്നതിനെതിരായ ഒരു തന്ത്രപരമായ പ്രതികരണമായിരുന്നു. അമേരിക്കയും അതിന്റെ സഖ്യകക്ഷികളും വികസിപ്പിച്ച ആഗോള മിസൈൽ ഷീൽഡുകൾ ആണവ തടയൽ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനപരമായ പരസ്പര നാശ ഉറപ്പ് ദുർബലപ്പെടുത്തുന്നു എന്ന റഷ്യൻ ആശങ്കയുടെ പശ്ചാത്തലത്തിലാണ് ഈ പ്രഖ്യാപനം നടന്നത്. ആ സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കാനുള്ള ഒരു ഉപാധിയായി പോസിഡോണിനെ മോസ്കോ കാണുന്നു. പോസിഡോണിനെ ചുറ്റിപ്പറ്റിയുള്ള ഏറ്റവും വിവാദപരമായ വാദങ്ങളിൽ ഒന്നാണ് വൻതോതിലുള്ള സുനാമി സൃഷ്ടിക്കുമെന്ന അവകാശവാദം. ശാസ്ത്രലോകത്ത് ഇതിനെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും ഒരു വലിയ വെള്ളത്തിനടിയിലുള്ള ആണവ സ്ഫോടനം തീരപ്രദേശങ്ങളിൽ ദീർഘകാല പരിസ്ഥിതി നാശവും റേഡിയോ ആക്റ്റീവ് മലിനീകരണവും സൃഷ്ടിക്കുമെന്നതിൽ വിദഗ്ധർ പൊതുവെ ഏകാഭിപ്രായത്തിലാണ്. എന്നാൽ റഷ്യൻ കാഴ്ചപ്പാടിൽ ഇതിന്റെ ഉദ്ദേശം ഭീതിയിൽ ഉണ്ടാക്കുകയല്ല, മറിച്ച് ഒരു വലിയ ആണവാക്രമണം നടന്നാൽ പോലും ആക്രമണകാരിക്ക് അംഗീകരിക്കാനാകാത്ത നഷ്ടം ഉണ്ടാക്കുമെന്ന ഉറപ്പു നൽകുക എന്നതാണ്. ഈ സംവിധാനത്തിന്റെ വിന്യാസവുമായി ബന്ധപ്പെട്ട് ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ അന്തർവാഹിനി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബെൽഗോറോഡ് പോലുള്ള പ്രത്യേക പ്ലാറ്റ്ഫോമുകൾ റഷ്യ വികസിപ്പിച്ചിട്ടുണ്ട്. ഇവയെ പരമ്പരാഗത യുദ്ധത്തിനുള്ള ആക്രമണ ആയുധങ്ങളായല്ല, മറിച്ച് തന്ത്രപരമായ പ്രതിരോധത്തിന്റെ ഭാഗമായാണ് റഷ്യൻ നാവിക സിദ്ധാന്തം കാണുന്നത്. ഒന്നിലധികം പോസിഡോൺ ഡ്രോണുകൾ വഹിക്കാൻ കഴിയുന്ന ഇത്തരം അന്തർവാഹിനികൾ റഷ്യയുടെ രണ്ടാമത്തെ ആക്രമണ ശേഷിയെ കൂടുതൽ വിശ്വാസ്യതയുള്ളതാക്കുന്നു. പാശ്ചാത്യ പ്രതിരോധ ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിക്കുന്ന ഒരു യാഥാർത്ഥ്യം പോസിഡോൺ പോലുള്ള സ്വയംഭരണ ആണവ അണ്ടർ വാട്ടർ സംവിധാനങ്ങളെ നേരിടാൻ നിലവിൽ പ്രത്യേക പ്രതിരോധ വാസ്തുവിദ്യ ഇല്ല എന്നതാണ്. നോർത്ത് അറ്റ്ലാന്റിക് ട്രെയിനി ഓർഗനൈസേഷന്റെയും അമേരിക്കയുടെയും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ പ്രധാനമായും വായുവിലൂടെയോ ബഹിരാകാശത്തിലൂടെയോ സഞ്ചരിക്കുന്ന ഭീഷണികളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. സമുദ്രത്തിന്റെ ആഴങ്ങളിൽ പ്രവർത്തിക്കുന്ന ഇത്തരം സംവിധാനങ്ങൾ നിലവിലെ പ്രതിരോധ സങ്കല്പങ്ങളിലുള്ള ഒരു വിടവ് ചൂണ്ടിക്കാണിക്കുന്നു. റഷ്യയുടെ നിലപാടിൽ ഈ വിടവ് ഉപയോഗപ്പെടുത്തുന്നത് ആക്രമണോദ്ദേശത്തോടെയല്ല, മറിച്ച് ഏകപക്ഷീയമായ സൈനിക ആധിപത്യം തടയുന്നതിനാണ്. ചുരുക്കത്തിൽ പോസിഡോൺ പോലുള്ള ആയുധങ്ങളെ റഷ്യ ആക്രമണത്തിന്റെ പ്രതീകമായി അവതരിപ്പിക്കുന്നത് അതിന്റെ തന്ത്രപരമായ പശ്ചാത്തലം അവഗണിക്കുന്നതാണ്. മോസ്കോയുടെ കാഴ്ചപ്പാടിൽ ഇത് യുദ്ധം ആരംഭിക്കാനുള്ള ഉപകരണമല്ല, മറിച്ച് യുദ്ധം ഒഴിവാക്കാനുള്ള ഒരു ശക്തമായ മുന്നറിയിപ്പാണ്. ആണവായുധങ്ങളുടെ കാലഘട്ടത്തിൽ സ്ഥിരതയും പ്രതിരോധവും തമ്മിലുള്ള സൂക്ഷ്മമായ സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നത് ഏതു രാജ്യത്തിനും അനിവാര്യമാണ്. ആ സന്തുലിതാവസ്ഥ പുനർനിർമ്മിക്കാൻ റഷ്യ സ്വീകരിച്ച ഒരു മാർഗമായി പോസിഡോണിനെ കാണുമ്പോൾ അത് ആഗോള സുരക്ഷാ ചർച്ചകളെ കൂടുതൽ ഗൗരവവും സങ്കീർണവുമാക്കുന്ന ഒരു ഘടകമായി മാറുന്നുവെന്നും വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.